നമ്മൾ തമിഴ്നാട്ടിലെ ദിണ്ടുകലിലേക്കാണ് പോകുന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ദിണ്ടുകളിൽ നിന്ന് രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ SIT സംഘം ഇപ്പോഴും അവിടെ ഉണ്ടോ? ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? എന്താണ് SITയുടെ നീക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്? രാഹുൽ, ഉന്മേഷ, ഇന്നലെയും SITയും ഈ ഡി മണിയെ ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി ഡി മണിയെ വിളിപ്പിക്കും എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഇന്നലെ ഡി മണി താനല്ല എന്നാണ് ചോദ്യം ചെയ്യലിന് ശേഷം അയാൾ പ്രതികരിക്കുകയും ചെയ്തത്. MS സുബ്രഹ്മണിയാണ് താൻ. ഡി മണി എന്നൊരാളെ തനിക്ക് അറിയില്ല, തന്റെ പേര് അങ്ങനെയല്ല, ഡയമണ്ട് മണി എന്നോ അത്തരത്തിലുള്ള പേരുകളൊന്നും തനിക്കില്ല. ചില സംശയങ്ങളെ തുടർന്ന്, ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളെ തുടർന്ന് SIT ചോദ്യം ചെയ്യലിനായി വന്നതാണ്. മൊഴിയെടുത്തു. അതിനുശേഷം അവർ മടങ്ങുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ ഈ സമൻസ് ഉൾപ്പെടെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഡി മണി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അദ്ദേഹം തന്നെ പറഞ്ഞത് സമൻസ് ലഭിച്ചിരുന്നു, 4 ദിവസത്തിനുള്ളിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ആ സമൻസ് ലഭിച്ച കാര്യം ഉൾപ്പെടെ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും SIT കൂടുതൽ നീക്കങ്ങളിലേക്ക് കിടക്കുകയാണ്. വ്യവസായി, അതായത് ഈ ഡി മണിയുടെ പേര് വെളിപ്പെടുത്തിയ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി ഈ ഡി മണി ഈ ഇന്നലെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ആൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള ഈ ഡി മണിയുടെ നേതൃത്വത്തിൽ അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ സഹായം ലഭ്യമായിട്ടുണ്ടോ, രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടെ സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതാണ്. അതുൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടി ഡി മണിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ ഡി മണിയും ഡിണ്ടുകളിൽ ഈ നമുക്ക് തൊട്ടടുത്തുള്ള ഓഫീസിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്, ഓഫീസിനടുത്തുള്ള വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മറ്റെങ്ങോട്ടേക്കും പോയിട്ടില്ല. ഇന്നലെ വൈകിട്ട് നമ്മൾ അദ്ദേഹത്തെ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇനി മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് അദ്ദേഹം പറയുകയും ചെയ്തു, താനൊരു കുറ്റവാളിയല്ല, ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടല്ല തന്നെ ചോദ്യം ചെയ്തത്, അങ്ങനെ നിങ്ങൾ ചിത്രീകരിക്കുകയും വേണ്ട എന്ന വിധത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട്, അതായത് നമ്മളോട് ഉൾപ്പെടെ പറയുകയും ചെയ്തു. അതിനുശേഷം ഇനി പ്രതികരിക്കാനില്ല, നിങ്ങൾക്ക് രാവിലെ, അതായത് ഇന്നലെ രാവിലെ ഡി മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു, അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സംപ്രേഷണം ചെയ്താൽ മതി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പിന്നീട് വൈകിട്ടോടുകൂടിയും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുമായി, പ്രാദേശിക മാധ്യമപ്രവർത്തകരുമായി ഇനി എന്താണ് SITയുടെ അടുത്ത നീക്കം എന്നതാണ് പ്രധാനപ്പെട്ടത്. രാഹുൽ വിജയനാണ് ദിണ്ടികളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.